തന്റെ പേരിലുള്ള 15 സെന്റ് സ്ഥലം 3 നിർധന കുടുംബങ്ങൾക്കായി പങ്കുവച്ചതിന്റെ രേഖകൾ കൈമാറിയപ്പോൾ കോതമംഗലം മാലിപ്പാറ സ്വദേശി ജോയ് പൈനാപ്പിളിന്റെ മുഖത്ത് സംതൃപ്തിയുടെ പുഞ്ചിരി. കർഷകനായ ജോയി വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ അപ്പുറമുള്ള കുളങ്ങാട്ടുകുഴിയിലെ തന്റെ ഭൂമിയാണ് 3 കുടുംബങ്ങൾക്കായി പകുത്തു നൽകിയത്. മാതാപിതാക്കളായ മാത്യുവിന്റെയും അന്നംകുട്ടിയുടെയും ആഗ്രഹമാണ് പിതൃസ്വത്തായി കിട്ടിയ ഭൂമി സൗജന്യമായി നൽകാൻ പ്രചോദനമായതെന്ന് ജോയി പറയുന്നു. എൻ്റെ പേര് ജോയി പൈനാപ്പിള്ളിൽ, വീട്ടുപേര് വെറ്റിലപ്പാറ സ്ഥലം. ഇതെൻ്റെ ഭാര്യ. ഈ കാണുന്ന 15 സെന്റ് സ്ഥലമാണ് നിർധനരായ 3 വീട്ടുകാർക്ക് വീട് വയ്ക്കാൻ വേണ്ടി കൊടുത്തത്. ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഫാദർ ജോസ് കൂനാനിക്കല്. ഞാൻ കോതമംഗലം രൂപതയിലെ മാലിപ്പാറ സെന്റ് മേരീസ് പള്ളി വികാരിയാണ്. ഇവിടെ 2 വർഷമായിട്ട് സേവനം ചെയ്യുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇടവകാംഗമായ പൈനാപ്പിളിലെ ജോയി ചേട്ടൻ ലിസ് ചേച്ചിയും അവരുടെ ഒരു ആഗ്രഹം പങ്കുവയ്ക്കുകയുണ്ടായി. തങ്ങൾക്ക് പിതൃസ്വത്തായി കിട്ടിയ സ്ഥലം പാവപ്പെട്ട കുടുംബങ്ങൾക്ക് കൊടുക്കുവാനായിട്ട് അതിനെന്താണ് അച്ഛാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് വരികയുണ്ടായി. അവരുടെ നല്ല മനസ്സ് കണ്ടപ്പോൾ അവരെ സഹായിക്കണമെന്ന് അതനുസരിച്ച് ഞങ്ങൾ പള്ളിയിൽ അനൗൺസ് ചെയ്തു. കുറേ ആളുകൾ അതിൻ്റെ അകത്ത് പേര് തന്നിരുന്നു. അപ്പം അവർ പറഞ്ഞ പാവപ്പെട്ടവർ അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് കൊടുക്കാം, അതിൻ്റെ അകത്ത് ജാതിയോ മതമോ ഒന്നും നോക്കണ്ട എന്ന് പറഞ്ഞിരുന്നു. എന്നാലും കിട്ടിയ അപേക്ഷകളെല്ലാം പരിഗണിച്ച് അതിൻ്റെ അകത്ത് 3 കുടുംബങ്ങൾക്ക് അവർ ആ സ്വത്ത് കൊടുക്കാനായിട്ട് സെലക്ട് ചെയ്തു. 3 പേരുടെയും പേരിൽ 1 സെന്റ് സ്ഥലം പോലും ഇല്ല. അപ്പൊ അവർക്ക് ഒരു വീട് വെച്ച് കിടക്കുക എന്നുള്ളത് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. എൻ്റെ പേര് അമൽ. എൻ്റെ പപ്പയാണ് 3 പേർക്ക് സ്ഥലമില്ലാത്ത പറഞ്ഞ് സ്ഥലം കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നത്. എൻ്റെ പെങ്ങളും അനിയനും ഇവിടെ ഇല്ല. പെങ്ങള് ബഹ്റിനും അനിയൻ ഇറ്റലിയിലാണ്. അപ്പൊ നമ്മൾ അവരോട് ഒരു സപ്പോർട്ട് ചോദിച്ചു. അപ്പോൾ അവർ രണ്ടുപേരും എതിർപ്പൊന്നും പറഞ്ഞില്ല. അപ്പൊ നമ്മള് പപ്പനോട് പറഞ്ഞു, ഓക്കെ പപ്പേ സ്ഥലം കൊടുത്തോ. ഒരാള് നാടുകാണി ഇടവകയായിരുന്നു. അപ്പൊ നമ്മൾ ഈ സ്ഥലം കൊടുത്തതിന്റെ പേരില് മാലിപ്പാറ ഇടവകയിലേക്ക് ചേർന്നു. 2 പേര് ഹിന്ദുക്കളാണ്. അവരും ഈ ഏരിയ തന്നെ വാടകയ്ക്ക് താമസിക്കുന്നു. ഈ 3 പേർക്കും 1 സെന്റ് ഭൂമി പോലും ഇല്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇത് ചെയ്തത്. എൻ്റെ പേര് മനോജ്. ഞാൻ ഈ പറഞ്ഞ ജോയി ലിസി ദമ്പതികളുടെ ലിസിയുടെ ഇളയ ആങ്ങളെയാണ്. നമുക്ക് കിട്ടുന്ന ഒരു മുതല് നമ്മള് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ. അതിന്റെ അനുസരിച്ച് നമുക്കിപ്പോ കൂടുതൽ കൊടുത്തു എന്നോ കൊടുത്തില്ല എന്നോ അല്ല, കൊടുക്കാനൊരു താല്പര്യം അളിയും കാണിച്ചു കഴിഞ്ഞപ്പം അതിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഏതൊക്കെയാലും ഒരു നല്ല ഒരു പ്രവൃത്തിയായിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്തു. ഇനിയും അങ്ങനെ കൊടുക്കാൻ താല്പര്യമുള്ളവർ അങ്ങനെ കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഞാനാണേലും എനിക്കൊരു അവസരം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാൻ എനിക്കും താല്പര്യമുണ്ട്. ഒരാൾക്ക് ലൈഫ് ഇൻഷുറൻസ് വീട് കിട്ടിക്കിടക്കുന്ന അനുവദിച്ചു കിടക്കുന്ന അവർക്ക് സ്ഥലം ഇല്ലാത്തതിന്റെ പേരിലാണ് അങ്ങനെ താമസിച്ചു പോയത്. ബാക്കി ഒരാൾക്ക് വേറെ പഞ്ചായത്തിലായിരുന്നു കിട്ടിയത്. അപ്പൊ ഈ പഞ്ചായത്തിൽ കിട്ടുമ്പോൾ ഇവർക്ക് ഇങ്ങോട്ട് മാറ്റി കിട്ടും. അവരും ലൈഫ് ഇൻഷുറൻസ്, എല്ലാവർക്കും ലൈഫ് ഇൻഷുറൻസ് വരെ വയ്ക്കാനുള്ള അതിനുള്ള ഓർഡറുള്ള. എല്ലാവരും സുരക്ഷിതമാണെന്ന് പറയുമ്പോഴും ഒന്നും പാവപ്പെട്ട ഒത്തിരി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. സ്വന്തമായിട്ട് വീടില്ലാത്തതിന്റെ പേരിൽ, സ്ഥലമില്ലാത്തതിന്റെ പേരിൽ കഷ്ടപ്പെടുന്നു. ധാരാളം ആളുകൾ മുന്നോട്ട് ഇറങ്ങി വരുമ്പോൾ ഒത്തിരി പാവപ്പെട്ടവർക്ക് ഒരു ആശ്വാസമായിട്ട് മാറും. അപ്പൊ അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ധാരാളം മനസ്സുകൾ അതിന് വേണ്ടി കടന്നു വരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ദൈവം എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.